ടെക് ടോക്ക് ഫ്രം ദ സ്ക്രാച്ചിന്റെ എംബഡഡ് സിസ്റ്റം ട്രെയിനിങ് ഡേ 4ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്നത് സീരീസ് ഓഫ് വീഡിയോസ് ആണ് കേട്ടോ. ഒന്നിന്റെ ബാക്കിയായിരിക്കും അടുത്ത വീഡിയോ. അതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോസും എല്ലാവരും മിസ് ചെയ്യാണ്ട് കാണേണ്ടതാണ്. അതിനുവേണ്ടി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാണ്ട് ക്ലിക്ക് ചെയ്യുക. നമുക്കിന്ന് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ലാസ്റ്റ് സെഷനിൽ ഒരു LED ബ്ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് LED നമ്മളൊരു ആർഡിനോ യുനോ ബോർഡായിട്ട് ഇന്റർഫേസ് ചെയ്യാന്നാണ് ലാസ്റ്റ് സെഷനിൽ പഠിച്ചത്. ആ ഒരു സർക്യൂട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്വിച്ച് എങ്ങനെ നമുക്ക് അതിലേക്ക് ഇന്റർഫേസ് ചെയ്യാൻ നോക്കുന്നത്. അതിനുവേണ്ടി നമ്മളെടുത്ത സ്വിച്ചാണ് കേട്ടോ ഇത്. ഇതെങ്ങനെ നമുക്ക് ആർഡിനോ യുനോ ആയിട്ട് ഇന്റർഫേസ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ സ്വിച്ചിന്റെ കോൺഫിഗറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഈ പിന്നുകളൊക്കെ എങ്ങനെയാണ് കണക്റ്റഡ് ആയിട്ടുള്ളത് എന്നുള്ളത്, ഇന്റേണലി എങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ളത് ഒന്ന് നമുക്ക് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ ആ സ്വിച്ച് ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്തു. ഇനി നമ്മൾ ഇതിന്റെ കണ്ടിന്യൂറ്റി ലെഗ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഈ ഒരു സ്വിച്ചിന് 4 ലെഗുകളാണ് വരുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് നമ്മൾ സ്വിച്ച് കണക്ട് ചെയ്യേണ്ടത്. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 ലെഗ് തമ്മിൽ കണ്ടിന്യൂറ്റി ഇല്ല. പക്ഷെ നമ്മളിത് പ്രസ് ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂറ്റി വരുന്നുണ്ട്. ജസ്റ്റ് പ്രസ് ചെയ്ത് നോക്കാം. ഓക്കെ, പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ കണ്ടിന്യൂറ്റി ഉണ്ട്. നമ്മൾ ഈ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റി ഇല്ല. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് സ്വിച്ച് ആട്ടോ. ജസ്റ്റ് ബട്ടൺ സ്വിച്ച് ആണിത്. വൺസ് പ്രസ് ചെയ്താൽ ഓൺ ആവും, വിട്ട് കഴിഞ്ഞാൽ ഓഫ് ആവും. അങ്ങനത്തെ ടൈപ്പ് സ്വിച്ചുകളാണ്. ഇതിൻ്റെ മറ്റ് 2 ലെഗുകൾ നോക്കാം. ഈ 2 അപ്പുറത്തെ സൈഡിൽ 2 ലെഗും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ ബ്രെഡ് ബോർഡ് എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിൽ മുന്നത്തെ സെഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആയിരിക്കും. ഇപ്പോൾ ഈ 2 ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റി ഇല്ല. ഇനി നമ്മൾ ഇത് രണ്ടും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രസ് ചെയ്യാതെ തന്നെ കണ്ടിന്യൂറ്റി ഉണ്ട്. ഇനി ഇത് പ്രസ് ചെയ്ത കണ്ടിന്യൂറ്റി പോവോ? അതും ഇല്ല. അപ്പോൾ ഇത് നോർമലി കണക്റ്റഡ് ആണ്. അതേപോലെ ഈ 2 ലെഗ് നോക്കിക്കഴിഞ്ഞാലും നോർമലി കണക്റ്റഡ് ആണ്. അതായത് ഈ 2 ലെഗും തമ്മിലാണ് ഈ സ്വിച്ച് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ ഒരു 2 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് തമ്മിൽ കണ്ടിന്യൂറ്റി വരുള്ളൂ, ഈ 2 ലെഗ് തമ്മിൽ. ഓക്കെ, നമുക്ക് ഇനി എങ്ങനെ ഇത് ആർഡിനോ യുനോ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ നോക്കാം. അപ്പം നമുക്ക് അറിയാം, ലാസ്റ്റ് സെഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ആദ്യം ഒരു ഹാർഡ്വെയർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യണം ഏത് പിന്നാണ് നമ്മൾ ഇൻപുട്ടായിട്ടും ഔട്ട്പുട്ടായിട്ടൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളത് ആദ്യം നമ്മൾ ഡിസൈഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ LED പിന്നെ 8 ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ 8 ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സ്വിച്ച് വന്നിട്ട് നമ്മൾ 9ാമത്തെ പിന്ന് കൺസിഡർ ചെയ്യാം. അതായത് 8ാമത്തെ പിന്ന് LED കത്താനുള്ള ഔട്ട്പുട്ടായിട്ടും 9ാമത്തെ പിന്ന് ഇൻപുട്ടായിട്ടും കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ലെഗിന്ന് എടുക്കാം. ഇതിൻ്റെ ഒരു ലെഗ് നമ്മൾ 9ാമത്തെ പിന്നിലേക്ക് കണക്ട് ചെയ്യാണ്. അതായത് 9ാമത്തെ പിന്നാണ് നമ്മൾ ഡിസൈഡ് ചെയ്തു, 9ാമത്തെ പിന്നാണ് ഇത് വേണ്ടതുള്ളത്. ഇനി 9ാമത്തെ പിന്നിലേക്ക് എന്ത് എത്തണം? 5 വോൾട്ട് റീച്ച് ആവണം. അപ്പോഴാണ് ഈ ഒരു എന്താ പറയുക സർക്യൂട്ട് ക്ലോസ് ആവുള്ളൂ. അതായത് നമ്മൾ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് 5 വോൾട്ട് ഇവിടുന്ന് വന്നിട്ട് ഈ സ്വിച്ചിലൂടെ പോയി 9ാമത്തെ പിന്നിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ 9ാമത്തെ പിന്നിന് മനസ്സിലാവും ഈ ബട്ടൺ പ്രസ് ആയി എന്നുള്ളത്. ബാക്കി ആക്ഷനുകൾ നമുക്ക് വേണ്ടതുപോലെ നമുക്ക് ചെയ്യാം. അത് LED പിന്നെ നമ്മൾ റിമൂവ് ചെയ്യുന്നില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പം LED കത്തുന്ന ഒരു രീതിയിലുള്ളൊരു ചെറിയൊരു എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇനി ഇതിൻ്റെ അടുത്ത പിന്നകത്ത് പറഞ്ഞു, ഈ ഒരു പിന്നാണ് നമുക്ക് കണ്ടിന്യൂറ്റി വരുന്നത് പ്രസ് ചെയ്യുന്ന സമയത്ത്. ഇനി ഇതിനെ നമുക്ക് 5 വോൾട്ടിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് 5 വോൾട്ട് ഇവിടെ വരുന്നുണ്ട്. ഈ 5 വോൾട്ടിലേക്ക് കണക്ട് ചെയ്തു. അപ്പം ഇപ്പം എങ്ങനെ വന്നു? 5 വോൾട്ട് വന്നു. 5 വോൾട്ടിൽ ഈ സ്വിച്ച് വരെ വന്നു. നമ്മൾ സ്വിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ വോൾട്ടേജ് ഈ ഒരു വയർ വഴി, ജമ്പർ വയർ വഴി 9ാമത്തെ പിന്നിലേക്ക് എത്തും. അതാണ് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പക്ഷേ ഈ ആർഡിനോ എന്നല്ല, ഏത് മൈക്രോ കൺട്രോളർ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഫ്ലോട്ടിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ, അതായത് മൈക്രോ കൺട്രോളറിന്റെ പിന്നിലേക്ക് ഒന്നും കണക്ട് ചെയ്യാണ്ട് കിടക്കുന്ന സമയം വിചാരിക്കാം. ആ സമയത്ത് ഇപ്പൊ നമ്മൾ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇത് സർക്യൂട്ട് ക്ലോസ് ആവുന്നുള്ളൂ. അതുവരെ ഈ ഒരു പിന്ന് വന്നിട്ട് എവിടെയും കണക്ട് ആവാണ്ട് കിടക്കല്ലേ, ഫ്രീ ആയിട്ട് കിടക്കുന്ന സമയത്ത് അതിലൊരു ഗാർബേജ് വാല്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗാർബേജ് വോൾട്ടേജ് അവിടെ വരാൻ ചാൻസ് ഉണ്ട്. അത് വന്നിട്ട് നമ്മൾ ഇതിന് ഫുള്ള് പ്രശ്നമാവും, ഇതിന്റെ റീഡിങ്ങിനൊക്കെ പ്രശ്നം വരും. അപ്പോൾ നമ്മൾ എപ്പോഴും അതിനെന്ത് ചെയ്യണം? ഒന്നുകിൽ പുൾ ഡൗൺ റെസിസ്റ്റൻസോ അല്ലെങ്കിൽ പുൾ അപ്പ് റെസിസ്റ്റൻസോ കൊടുക്കണം. നമ്മൾ എപ്പോഴും ഒരു 10K റെസിസ്റ്റൻസ് ഇട്ട് ചൂസ് ചെയ്യുക. അത് കറക്റ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും, 10K ആണ്. നമ്മൾ 10K റെസിസ്റ്റൻസ് എപ്പോഴും അതിന് കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ 2 രീതിയിൽ എടുക്കാം. നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഹൈന്ന് ലോയിലേക്കാണ് ആവേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു പിൻ എപ്പോഴും ഹൈ ആക്കി വെക്കണം. എന്നാലേ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് അത് ഹൈന്ന് ലോയിലേക്ക് ആവുള്ളൂ. അല്ല, നിങ്ങൾക്കിപ്പം ലോയിൽ നിന്ന് ഹൈ ആവണമെന്നുണ്ടെങ്കിൽ ആ പിൻ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യിക്കണം? ലോ ആക്കി വെക്കണം. ഡിഫോൾട്ട് ലോ ആക്കി വെച്ചാലല്ലേ നമ്മൾ പ്രസ് ചെയ്യുമ്പം ഹൈ ആവുന്നുള്ളൂ. അപ്പം അത്രയാണ്, അതിന് വേണ്ടിയിട്ടാണ് ഈ പുള്ളപ്പ് അല്ലെങ്കിൽ പുൾ ഡൗൺ റെസിസ്റ്റൻസ് ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ പിന്നിലേക്ക് 5 വോൾട്ടാണ് എത്തിക്കാൻ നോക്കുന്നത്. അതായത് 0 എന്നുള്ളതിനെ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത്
5 ആക്കി മാറ്റണം, അല്ലെങ്കിൽ 1 ആക്കി മാറ്റണം ആ പിന്നിനെ. അതിന് നമുക്ക് അപ്പം നമ്മളിത് ഡിഫാൾട്ടായിട്ട് 0 ആക്കി വെക്കണം. അതല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഡിഫാൾട്ടായിട്ട് 0 ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കണ്ടു ഈ ഒരു പിന്നും തമ്മിൽ കണ്ടിന്യൂറ്റി ഉണ്ട്. ഓൾറെഡി നോർമലി കണക്റ്റഡ് ആണെന്ന് നമ്മൾ കണ്ടു. കുറച്ചും കൂടി അടുത്തേക്ക് കാണിക്കാം. അപ്പോൾ ഈ ഒരു പിന്നും തമ്മിൽ ഓൾറെഡി കണക്ഷൻ ഉണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഡിനോയുടെ 9ാമത്തെ പിന്ന് കണക്ട് ആയിട്ടുള്ളത് ഈ ഒരു പിന്നിലേക്കാണ്. ആ പിന്നിന് നമ്മൾ നോർമലി എന്താക്കി വെക്കുകയാണ്, നോർമലി നമ്മൾ 0 ആക്കി വെക്കണം. എന്നാലല്ലേ 5, അതായത് ഡിഫാൾട്ടായിട്ട് 0 വെച്ച് പിന്നെ പ്രസ് ചെയ്യുന്ന സമയത്ത് അത് 1 ആയി മാറും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പിന്നിന്ന് ഗ്രൗണ്ട് ആണ് കേട്ടോ, നമ്മൾ ബ്രെഡ് ബോർഡ് യൂസ് ചെയ്യാൻ സെഷൻ എന്നൊക്കെ അറിയാം, ഈ സെഷൻ മുഴുവൻ ഗ്രൗണ്ട് ആക്കി വെച്ചിരിക്കുകയാണ്. ഈ ഗ്രൗണ്ടിലേക്ക് കൊടുത്തു. ഇപ്പം സംഭവിച്ചാൽ ആ ഒരു പിൻ എപ്പോഴും നോർമലി 0 ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇനി ഇതിലേക്ക് ഗ്രൗണ്ടും കൊടുക്കാം. ഈ ഒരു യെല്ലോ വയർ കാണുന്നത് ഗ്രൗണ്ട് ആണ് കേട്ടോ. ഓക്കെ ഓക്കെ, ഈ ഒരു യെല്ലോ വയർ ഗ്രൗണ്ട് ആണ്, നമ്മൾ ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു പിന്നിലേക്ക് കൊടുത്തു. അപ്പോൾ ഇത് ഒന്ന് പഴയ പ്രോഗ്രാം ഡയറാണ്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു റെസിസ്റ്റൻസ് ഇവിടെ കണക്റ്റഡ് ആണ്, ഈ സ്വിച്ച് കണക്റ്റഡ് ആണ്. ഈ സ്വിച്ചിൽ നിന്ന് ഇപ്പോൾ സർക്യൂട്ട് മുഴുവൻ ക്ലോസ് ആയി, പ്രസ് ചെയ്യുമ്പോൾ അതിലേക്ക് വന്നു. ഇനി ഫുള്ള് സർക്യൂട്ടാണ്. നമ്മുടെ LED കേസും കറക്റ്റായിട്ട് LED വർക്ക് ആവുന്നുണ്ട്. അതായത് 8ാമത്തെ പിന്നിൽ ഹൈ വന്നു കഴിഞ്ഞാൽ LED കത്തും. അതേപോലെ ഈ 9ാമത്തെ പിന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 9ാമത്തെ പിന്നിൽ ഹൈ ആവും. ഇനി നമ്മൾ ഇതിനൊരു ലോജിക്ക് എഴുതണം. അതായത് 9ാമത്തെ പിന്ന് ഹൈ ആയാൽ 8ാമത്തെ പിന്നും ഹൈ ആവണം. 9ാമത്തെ പിന്ന് ലോ ആണെങ്കിൽ 8ാമത്തെ പിന്ന് ലോ ആവണം. സിമ്പിൾ. പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം റൺ ആയിക്കൊണ്ടിരിക്കുന്ന മറ്റേ ബ്ലിങ്ക് LED പ്രോഗ്രാമാണ് കേട്ടോ ഇതിലുള്ളത്. അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ സ്വിച്ചും കൂടെ ഇന്റർഫേസ് ചെയ്യാൻ എങ്ങനെ നോക്കാം. അപ്പോൾ ഈ 8ാമത്തെ പിന്നെ നമ്മൾ പറഞ്ഞു LED പിന്നാണ് നിൽക്കട്ടെ. ഇനി വേണ്ടത് കോൺസ്റ്റന്റ്, ഇതേപോലെ തന്നെ ഇൻറ്റീജർ നമ്മൾ എന്ത് ചെയ്യണം, ബട്ടൺ, പുതിയൊരു ബട്ടൺ നമ്മൾ ആഡ് ചെയ്യാണ്. അതിൻ്റെ നമ്പർ വന്നിട്ട് നമ്മൾ പറയണം 9ാമത്തെ പിന്ന്, നമ്മൾ ഡിസൈഡ് ചെയ്തു 9ാമത്തെ പിന്നാന്നുള്ളത്. അടുത്തത് വന്നിട്ട് നമുക്ക് ഈ ബട്ടണിൻ്റെ ഈ ഡാറ്റ നമുക്കൊരു വേരിയബിളിലേക്ക് കൊണ്ടുവരണം അല്ലേ. നമ്മൾ ആ ഒരു ബട്ടൺ എന്താണെന്നുള്ളത് നമ്മൾ അവിടെ ഒരു റീഡ് ആവുന്ന ഡാറ്റനെ നമുക്കൊരു വേരിയബിളിലേക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് എന്ന് പറയാം. തൽക്കാലം നമുക്ക് ഷോർട്ടായിട്ട് സ്റ്റേറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ബട്ടൺ സ്റ്റേറ്റ് എന്നൊക്കെ എഴുതാം നമുക്ക് സിമ്പിളായിട്ട്. ബട്ടൺ 0 ഇപ്പോൾ തൽക്കാലം ഇനീഷ്യലി വന്നിട്ട് നമ്മൾ പറഞ്ഞു അത് സ്റ്റാർട്ടിങ്ങിൽ വന്ന് 0 ആയിരിക്കും, നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ 1 ആവുക ചെയ്യുക, അല്ലെങ്കിൽ ഹൈ ആവുക ചെയ്യാം. ഓക്കെ, അപ്പം ബട്ടൺ സ്റ്റേറ്റ് എന്നുള്ളത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റേറ്റ് എഴുതിയാൽ മാത്രം പോരാ, അത് എന്താ ടൈപ്പ് എന്ന് കൊടുക്കണം. അപ്പോൾ ഇൻറ്റീജർ ആണ്, ഇൻറ്റീജർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 0 എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് പിൻ മോഡ്. നമ്മളിത് പറഞ്ഞ പോലെ തന്നെ പിൻ മോഡാണ്. പിൻ മോഡ് ബട്ടൺ എന്താണ്, നമ്മൾ LED കേസിൽ പറഞ്ഞപ്പോൾ അതൊരു ഔട്ട്പുട്ട് ആയിരുന്നു, പക്ഷേ ഇവിടെ വന്നിട്ട് അത് ഇൻപുട്ടാണ്. ഓക്കെ, കാരണം ഇത് നമ്മൾ അർഡിനോയിലേക്ക് കൊടുക്കുകയാണ്. മറ്റേത് നമ്മൾ അർഡിനോയിൽ നിന്ന് LED കൊടുക്കുകയാണ്. ഇത് ബട്ടണിന് അർഡിനോയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻപുട്ടാണ്, മറ്റേത് വന്നിട്ട് LED വന്നിട്ട് ഔട്ട്പുട്ടാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു സ്റ്റേറ്റ് എന്താണെന്നുള്ളത് എഴുതണം. സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റീഡ് ചെയ്യാണ്. എന്തിനെ റീഡ് ചെയ്യാണ്, ബട്ടൺ പിന്നിനെ റീഡ് ചെയ്യാണ്. ഓക്കെ, ബട്ടൺ പിന്നിനെ റീഡ് ചെയ്യാണ്. പക്ഷേ എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്, ഡിജിറ്റലി ആണ് റീഡ് ചെയ്യുന്നത് നമ്മൾ. ഓക്കെ, അപ്പം ഇതിനെ ഡിജിറ്റൽ റീഡ് എഴുതണം. ഡിജിറ്റൽ റീഡ് ബട്ടൺ. ഇപ്പം ഈ ബട്ടനെ റീഡ് ചെയ്തിട്ട്, അതായത് 9ാമത്തെ പിന്നിനെ ഇവിടെ നമ്മൾ പറഞ്ഞു ബട്ടൺ എത്രാമത്തെ പിന്നാ പറഞ്ഞു, 9ാമത്തെ പിന്നാണ്. 9ാമത്തെ പിന്നിനെ റീഡ് ചെയ്തിട്ട് അതിൻ്റെ എത്രയാണോ വാല്യൂ വരുന്നത്, നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്താണ് എപ്പോഴാണെങ്കിൽ അത് എന്താ വാല്യൂ വരുന്നത്, ഇപ്പം പ്രസ് ചെയ്യുന്ന സമയത്ത് 0 ആയിരിക്കും, പ്രസ് ചെയ്യുന്ന സമയത്ത് 1 ആയിരിക്കും. അത് റീഡ് ചെയ്തിട്ട് ഈ വാല്യൂ ഇതിലേക്ക് കൊടുക്കും. ഇനി നമുക്ക് വേണ്ടത് എന്താ, നമ്മൾ പറഞ്ഞ കേസിൽ ഈ LED കത്തേണ്ടത് എപ്പോഴാണ്, ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ്. നമുക്ക് ഈ ഡിലേ ഒക്കെ എടുത്ത് ഒഴിവാക്കാം, കാരണം നമുക്ക് ഇനി ബ്ലിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഹൈ ആവണം. എപ്പം നമുക്ക് എപ്പോൾ ഹൈ ആവണം വെച്ചാൽ സ്റ്റേറ്റ് വന്നിട്ട് സ്റ്റേറ്റ് ഈക്വൽ ടു ഹൈ ആവണ സമയത്ത് എന്തായാൽ മതി, ഇത് വന്നിട്ട് ഡിജിറ്റലി ഹൈ ആയാൽ മതി അല്ലേ. ഇപ്പൊ ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പം ഹൈ ആവണം. പക്ഷേ സ്റ്റേറ്റ് ഈക്വൽ ടു ഹൈ എഴുതിയാൽ പോരല്ലോ. ഈ ഒരു ഹൈ ആവുന്നതിന് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ വീലിടാം. ഇതിപ്പോൾ സ്റ്റേറ്റ് ഈക്വൽ ടു ഹൈ ആകുമ്പോൾ കത്തണം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പക്ഷേ ആ സ്റ്റേറ്റ് ആകുമ്പോൾ എന്നുള്ള കണ്ടീഷൻ ഇല്ലേ, ഈഫ് ഈ സ്റ്റേറ്റ് ഇങ്ങനെയാണെങ്കിൽ എന്നുള്ള കേസ് പോലെ, ഈഫ് ഈ ഒരു നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ല, ഈഫ് സംതിങ് അങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെ ആവണം. അതേപോലെ തന്നെ ഈഫ് സ്റ്റേറ്റ് ഈക്വൽ ടു നിങ്ങൾ മറ്റേടത്തൊക്കെ ഒറ്റയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ.
ഇവിടേക്ക് ഒരു ഈക്വൽ ടു പറഞ്ഞാൽ അത് അസൈൻ ചെയ്യാണ്. ഇതിലുള്ള വരുന്ന വാല്യൂ എന്താണോ അത് ഇതിൽ അസൈൻ ചെയ്യാണ്. അതായത് സ്റ്റേറ്റിന്റെ വാല്യൂ 0 ആണെന്നുള്ളത് നമ്മളിവിടെ അസൈൻ ചെയ്യാണ്. അതാണ് ഈക്വൽ ടു എന്നുള്ള മീനിങ്. ഈക്വൽ ടു എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടീഷനാണ്. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്നുള്ള ഒരു കണ്ടീഷനാണ്. അതൊരു നമ്മളെ ലോജിക്കൽ ഓപ്പറേഷനിലേക്ക് വരുന്ന ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അതുപോലത്തെ ഒരു കണ്ടീഷൻ എങ്ങനെ എഴുതുക, ഈക്വൽ ആണോ എന്നുള്ളതിനെ രണ്ട് ഈക്വൽ ടു ഇട്ടിട്ടാണ് നമ്മൾ എഴുതുക. അപ്പോൾ ഈഫ് ഹൈ ആണെന്ന് വെച്ചാൽ ഇതൊരു ചെറിയൊരു ഫംഗ്ഷൻ പോലെ തന്നെ ഇതിനുള്ളിൽ കൊണ്ടുവരണം. ഇനി ഡിജിറ്റൽ റൈറ്റ് LED പിൻ ഹൈ. ഇനി ഈ ഈഫിന് എന്ത് ചെയ്യാറ് എൽസ് കണ്ടീഷനും കൂടി ഇടാം. എൽസ് നമുക്ക് അതും കോഡിലിടാം. ശരിക്കും ഒറ്റൊന്നാണ് ഇടേണ്ട ആവശ്യമില്ല, പക്ഷെ നമ്മൾ ഇപ്പം ഡീറ്റെയിൽഡ് പിന്നെ പറയാം. അപ്പോൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിനങ്ങോട്ട് പേസ്റ്റ് ചെയ്തിടാം. ഓക്കെ അപ്പോൾ ഈ ഒരു ഇത് ക്ലോസ് ആയി. ഈ ഒരു ഇത് ഇവിടെ തുടങ്ങിയിട്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഇത് ഇവിടെ തുടങ്ങിയിട്ട് ഇവിടെ അവസാനിച്ചു. എൽസ് കണ്ടീഷൻ ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിച്ചു. ഇനി നമുക്കിത് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, കമ്പൈലേഷൻ സക്സസ് ആണ്. ഇനി നമുക്ക് വേണ്ടത് ഇതിനെടുത്തിട്ട് നമ്മളെ ഇതിലേക്ക് ഫ്ലാഷ് ചെയ്യാം. ഓക്കെ, ഇപ്പോഴും ഇപ്പോൾ വന്നിട്ട് നമ്മുടെ ബ്ലിങ്ക് LED പഴയ പ്രോഗ്രാം റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇതിനെ ഫ്ലാഷ് ചെയ്യാണ് കേട്ടോ. ഇതിലേക്ക് നമ്മളെ കോഡ് വന്നിട്ട് അതിനോട് മൈക്രോ കൺട്രോളിലേക്ക് ഫ്ലാഷ് ചെയ്തു. LED കെട്ടുപോയി. ഓക്കെ, ഡെൻ കമ്പൈലിംഗ്, അതായത് കഴിഞ്ഞു. ഇനി നമ്മൾ എക്സ്പെക്ടേഷൻ ഇത് പ്രസ് ചെയ്യുമ്പോൾ ലൈറ്റ് കത്തണം. കാണുന്നുണ്ടോ? നമ്മളിപ്പം ജസ്റ്റ് ഈ ബട്ടൺ ഒന്നും കത്തുന്നില്ല. നമ്മൾ ഈ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് പ്രസ് ചെയ്താൽ കത്തും. പ്രസ് ചെയ്തുകൊണ്ട് പിടിച്ചാൽ കത്തിക്കൊണ്ടിരിക്കും. നമ്മൾ വിട്ട് കഴിഞ്ഞാൽ ഓഫ് ആവും. പ്രസ് ചെയ്താൽ കത്തും, വിട്ട് കഴിഞ്ഞാൽ ഓഫ് ആവും. അതായത് നമ്മൾ പല ആപ്ലിക്കേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്, ബട്ടൺ പ്രസ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനുകൾ. നമ്മൾ നമ്മുടെ ഈ മോഡ് സെറ്റ് ചെയ്യണത്, അല്ലെങ്കിൽ വോളിയം കൂട്ടുന്നത്, വോളിയം കുറയ്ക്കുന്നത്, അതൊക്കെ അങ്ങനത്തെ ആപ്ലിക്കേഷൻ്റെ ഒക്കെ ബേസ് ഇതാണ് കേട്ടോ. ഒരു സ്വിച്ച് ഇൻ്റർഫേസ് ചെയ്യുന്നതാണ്. നമുക്ക് ഇൻട്രപ്റ്റുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാണ്ട് അത് നമ്മൾ വരുന്ന സെഷനുകളിൽ നമുക്ക് ആപ്ലിക്കേഷൻസ് വരുമ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് LED കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു. ഇന്ന് നമ്മൾ LED ഒരു സ്വിച്ച് ഇൻ്റർഫേസ് ചെയ്തുകൊണ്ട് നമ്മൾ എങ്ങനെ LED കത്തിക്കുക എന്നുള്ളത് നോക്കി. അതായത് ഒരു സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ എങ്ങനെ LED കത്തും എന്നുള്ളത് നോക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് സെഷനിൽ നമ്മൾ സ്റ്റാൻഡ് അലോൺ ആയിട്ട് എങ്ങനെ ഒരു മൈക്രോ കൺട്രോളർ ഇൻ്റർഫേസ് ചെയ്യാന്നുള്ള വീഡിയോ ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്തിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. താങ്ക്